മുതലപ്പുഴയിൽ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാത്തതിൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം രൂക്ഷം. മഴക്കാലത്ത് കൂടുതൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാരിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 2 അപകടങ്ങളിൽ മുതലപ്പുഴയിൽ ഇന്നലെയും ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചിരുന്നു. ഇത് ഞങ്ങൾ പോയി മരിക്കുന്നതല്ല, നിങ്ങൾ പറഞ്ഞ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത്. ഇപ്പോഴുണ്ടായ മരണത്തിന് എതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് കേസെടുക്കേണ്ടത്. നിങ്ങൾ വീണ്ടും ഞങ്ങളെ പറ്റിച്ചു. പണിക്ക് പോയ ആൾക്കാർ തിരിച്ചു വരണമല്ലോ. തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് ആർക്കാ ഭാഗത്താണ് തെറ്റ്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് തെറ്റ്. ഒപ്പമുണ്ടായിരുന്ന ഒരാളുടെ ജീവൻ ഇന്നലെയും മുതലപ്പുഴയിൽ അവസാനിച്ചതിൻ്റെ പ്രതിഷേധമാണിത്. 74 പേർ ഇതുവരെ ഇവിടെ മരിച്ചു എന്നാണ് അനൗദ്യോഗിക കണക്ക്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ CWPRS നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുതലപ്പുഴയുടെ വികസനത്തിന് 164 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി പദ്ധതിയുടെ രൂപരേഖ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ മുതലപ്പുഴയിൽ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നതല്ലാതെ പരിഹാരമാർഗങ്ങളൊന്നും സർക്കാർ നടപ്പിലാക്കുന്നില്ല. കേന്ദ്രമന്ത്രി വി മുരളീധരനും കുറേ ഉദ്യോഗസ്ഥരും എന്ന് പറഞ്ഞു, ഇനി ഒരു അപകടം പറ്റാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. വോട്ടിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഞാൻ വലിയൊരു കമ്മീഷനെ വെച്ചിട്ട് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, അത് പഠിച്ച് റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ പണി തുടങ്ങാം. 60% കേന്ദ്രവും 40% സംസ്ഥാനവും ഫണ്ട് വിനിയോഗിച്ച് പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ കേന്ദ്ര നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നത് കാരണം പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിശദീകരണം. പരിഹാരം കണ്ടെത്താനായില്ലെങ്കിൽ പിന്നെന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി ഇത്തരം പഠനങ്ങൾ നടത്തുന്നത് എന്നാണ് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ പോലും ചോദിക്കുന്നത്. വരാൻ പോകുന്നത് മഴക്കാലമാണ്. ഇനി എത്ര ജീവനുകൾ ബലി നൽകേണ്ടി വരും മുതലപ്പുഴയ്ക്കൊരു പരിഹാരമുണ്ടാക്കാൻ? വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. റിനു ശ്രീധർ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാലാവസ്ഥ എനിക്ക് തോന്നുന്നു അവിടെ മഴ ഒന്നും മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ ആശങ്ക മാറുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. റിനു, 75 പേരുടെ ജീവനാണ് മുതലപ്പുഴയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പഠനങ്ങളൊക്കെ കടലാസിലുണ്ട്, പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ അവർ കയ്യിൽ പിടിച്ച് നടക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. പ്രതിഷേധം സ്വാഭാവികമാണ്. എന്താണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉരുണ്ടുകൂടുന്നുണ്ടോ? മോർണിംഗ് അരുൺകുമാർ. എന്തായാലും മുതലപ്പുഴയിൽ വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നലെയും അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് 4 ജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മത്സ്യബന്ധനത്തിനായി പോയാൽ തിരികെ എത്തുമെന്ന് വീട്ടുകാർക്ക് പോലും യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരണങ്ങൾക്കെല്ലാം തന്നെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ് നമുക്കറിയാം. 164 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഫിഷറീസ് വകുപ്പ് മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിക്ക് അത് കൈമാറുകയും ചെയ്തിരുന്നു. അതിന്റെ രൂപരേഖ പഠനങ്ങളെല്ലാം തന്നെ കൃത്യമായി നടത്തുകയും ചെയ്തു. പക്ഷേ ഈ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ വേണ്ടി യാതൊരുവിധ ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വെക്കുന്നത്. ഫിഷറീസ് വകുപ്പുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ 60% ഫണ്ട് വിനിയോഗിക്കേണ്ടത്. ആ ഫണ്ട് ലഭിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാനാകൂ എന്നുള്ളതാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസും നൽകുന്ന വിവരം. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു നടപടിക്രമം പൂർത്തിയാക്കി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണവും ലഭിക്കുമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. എന്തായാലും മുതലപ്പുഴയിൽ വിഷയം രൂക്ഷം തന്നെയാണ്. 74 പേരാണ് ഇതുവരെ മുതലപ്പുഴയിൽ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക്. സർക്കാരിന്റെ ഭാഗത്ത് പോലും കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല. കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ കമ്മീഷനും ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. ഇതിൽ ഫിഷറീസ് വകുപ്പ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഈ അദാനി ഗ്രൂപ്പിനാണ് ട്രെഡ്ജിംഗ് നടത്തുന്നതിന് വേണ്ടി മുതലപ്പുഴയിൽ കരാർ നൽകിയിരിക്കുന്നത്. ഈ ട്രെഡ്ജിംഗ് കൃത്യമായിട്ട് നടക്കുന്നില്ല, മണ്ണ് മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പാണ് ഇതിന് കാരണം, ഈ അപകടങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് ന്യൂനപക്ഷ കമ്മീഷന് സർക്കാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇങ്ങനെ വകുപ്പുകളും അല്ലെങ്കിൽ സർക്കാരിന്റെ വിവിധ ഓഫീസുകളും പരസ്പരം പഴിചാരുന്നതല്ലാതെ മുതലപ്പുഴയിലെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അരുൺകുമാർ, താങ്ക് യു റിനു. റിനു പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ മുതലപ്പുഴി ഒരു മരണപ്പുഴിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദാനി കമ്പനിക്കാണ് ഡ്രഡ്ജിങ്ങിന്റെ ചുമതല കൊടുത്തിരിക്കുന്ന അദാനി കമ്പനിയെ കൊണ്ട് കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്താനുള്ള ഒരു നിർദ്ദേശം കൊടുക്കണം. നേരത്തെ അദാനി കമ്പനിയോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിഷേധം കനത്തപ്പോൾ ഈ സജി ചെറിയൻ അടക്കമുള്ള മിനിസ്റ്റർമാർ വന്നു, ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ വന്നാണ് ഡ്രഡ്ജിംഗ് നടത്തണം എന്നുള്ളത് അദാനി കമ്പനിക്ക് നിർദ്ദേശം കൊടുക്കുകയും അദാനി കമ്പനി അത് തുടങ്ങുകയും ചെയ്തു. പിന്നീട് വീണ്ടും അത് പാതി വഴിയിലിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. ചെറുതല്ല കണക്കുകൾ. 74 പേർ ഒരു പരിസരത്ത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാതിരിക്കുന്നത് കുറ്റകരമായ അലംഭാവമാണെന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ.